ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ബ്രൂട്ടസ്. അങ്ങനെ നമ്മുടെ BGMയ്ക്കകത്ത് പുതിയ അൾട്ടിമേറ്റ് സ്പിൻ വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫുൾ സ്കിന്നില്ലേ, M460 ഫുൾ സ്കിന്ന്, അതിൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെയൊക്കെ ഒരു ഡാഡി ആയിട്ട് വരും ഈ ഒരു ഔട്ട്ഫിറ്റ്. അപ്പം അതെന്തൊക്കെയാണെന്നൊക്കെ പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഇൻട്രോ ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്പിന്ന്. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇവിടെ ആസ് യൂഷ്വൽ സാധാരണ സ്പിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കണക്ക് ഫ്രെയിമും മെറ്റീരിയലും പിന്നെ എന്തോ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതും കൂടെ നോക്കാം. എനിക്ക് തോന്നുന്നു ഓർണമെൻ്റ് ആണെന്ന് തോന്നുന്നു. അത് ഓർണമെൻ്റ് ആണ്. ഓക്കെ, എന്തേ നോക്കട്ടെ. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് റിവാർഡ്സിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, സ്കിപ്പ് നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇതാണ് ഔട്ട്ഫിറ്റ്. അതിൻ്റെ ഇമോട്ടാണ്, എൻട്രി ഇമോട്ടാണിത്. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത് വന്നിട്ട് ഇറങ്ങുന്ന കണക്ക് ഇതാണ് ഞാൻ പറഞ്ഞത്. M4 ഫുൾ സ്കിന്നിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണ്. കളറും പിന്നെ ആ നാക്കിൻ്റെ പരിപാടി എല്ലാം ആ ഒരു ജോക്കർ ഫീലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻട്രി ഇമോട്ട്. പിന്നെ അതിൻ്റെ ഹെഡ് ഗിയർ വയ്ക്കുമ്പോഴത്തേക്ക് ഇരിക്കുന്ന രീതിയിലേക്കാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡ് ഗിയർ. കൊള്ളാം, നല്ല രസമുണ്ട്. 2 ടൈപ്പ് ഹെഡ് ഗിയർ ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇത് നമ്മൾ നേരത്തെ കണ്ട ഇമോട്ടാണ്. ഇതാണ് എൻട്രി ഇമോട്ട്. സീനല്ലേ ഗൈസ്, എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ നമുക്ക് 2 രീതിയിലുള്ള മാസ്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഹെയറിൻ്റെ ആണെന്ന് തോന്നുന്നു. ഹെയറിൻ്റെ നമുക്ക് കുറച്ച് ഇതാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സ്റ്റൈൽ ഹെയർ, അടുത്തത് വൈറ്റ്. പിന്നെ ഇത് ബാക്ക് നോക്കിയാൽ കുറച്ചും കൂടെ എല്ലാം കാണാൻ വരുന്നുണ്ട്. ബാക്ക് ഹെയർ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ഇനി ബാക്ക് പാക്ക്. ഇതാണ് ബാക്ക് പാക്ക്. ഇതിൻ്റെ ബാക്ക് പാക്ക് അൾട്ടിമേറ്റ് ബാക്ക് പാക്കാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നു അൾട്ടിമേറ്റ് ബാക്ക് പാക്ക് വരുന്നത്. ബാക്ക് പാക്ക് ഉണ്ട്. ഇത് സ്ലിമ്മാണ്, നോക്കിയത് ചിരന്തിയൊക്കെ പോകുന്നുണ്ട്. ഒരു ഫോട്ടോ ഫ്രെയിം, അതാണ് സംഭവം. ഒരു രക്ഷയില്ല. എനിക്ക് ബാക്ക് പാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ലെവൽ 2 സീൻ കേട്ടോ. ലെവൽ 3 കഴിഞ്ഞ് ലെവൽ 2 എനിക്ക് ഇഷ്ടപ്പെട്ടു. ലെവൽ 1 ഓക്കെ. ഭയങ്കര സ്ലിം ബാക്ക് പാക്ക്, എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ബാക്ക് പാക്ക് ഭയങ്കര സ്ലിം ആയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു. എല്ലാത്തിലും ആ ചിലന്തി അനങ്ങുന്ന സംഭവമുണ്ട്. പിന്നെ ഗ്ലൈഡർ ഉണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കണക്കത്തെ ഗ്ലൈഡർ, അത്രേ ഉള്ളൂ. സ്റ്റെപ്പ് ഇറങ്ങി അവിടെ വരെ നിൽക്കുന്ന കണക്ക്, വീണ്ടും ഇറങ്ങി പോകാനൊക്കില്ല. ഗ്ലൈഡറും കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ മറ്റേ ജെമ്മാണ് കിട്ടുന്നത്. ലൈക്ക് ഈ ജെമ്മ് കിട്ടുകയാണെങ്കിൽ 3 കിട്ടുകയെന്നുണ്ടെങ്കിൽ ഔട്ട്ഫിറ്റ് റെഡി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ഓക്കെ, നൈസായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗൺ സ്കിന്ന്, മോൾട്ടോയും ഗ്രനേഡിനൊക്കെ അതിൻ്റെ കിൽ മെസ്സേജ് തന്നെ കിട്ടും. ഗൺ സ്കിന്ന്. ഓക്കെ, നമ്മൾ ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ. ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, ഗണ്ണ് പിടിച്ചോണ്ട്. അത് കൊള്ളാം. ബാക്കിലൊരു ഫ്രെയിം ഉണ്ടെന്ന് തോന്നുന്നു, അതും പിടിച്ചോണ്ടിരിക്കും. ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന കണക്ക് കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് ഗണ്ണിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. നല്ല രസം. മൊത്തത്തിൽ ഇച്ചിരി റിച്ച് ഫീലാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം ഇച്ചിരി വെറൈറ്റി ഉണ്ട്. എനിക്ക് ബാക്ക് പാക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഗണ്ണിൻ്റെ പരിപാടി നോക്കാം. അതിനു മുമ്പ് മാഗിനൊക്കെ സ്കിന്നൊക്കെ ഓക്കെ. മാഗിനൊക്കെ എപ്പോഴും ഉള്ളതാണല്ലോ, ശരിയാണല്ലോ പറഞ്ഞൊക്കെ. ഓക്കെ, അത് ഈ ഗണ്ണായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് തോന്നിയതാണ്. ഓക്കെ, ഇതാണ് ബേസിക് ഫോം. പ്രത്യേകിച്ച് ഒന്നും ഇല്ല, രസമുണ്ട്. പിന്നെ എലിമിനേഷൻ എഫക്റ്റ്. എൻ്റെ മോനെ, എലിമിനേഷൻ എഫക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി അത് കൊള്ളാം. ആൾക്കാർ ശ്രദ്ധിക്കും. നമ്മളൊരാളെ നോക്ക് പെട്ടിയാക്കുമ്പോഴത്തേക്കും ഇത് ശ്രദ്ധിക്കും. കൊള്ളാം. എക്സ്പ്ലോഷൻ എഫക്റ്റ് നേടിൻ്റെ, അതും കൊള്ളാം. പിന്നെ അഡ്വാൻസ് ഫോം, അതും ജസ്റ്റ് ആ ഒരു ഐ മാത്രമേ അനങ്ങുന്നുള്ളൂ. കിൽ മെസ്സേജ് ഒരു രക്ഷയില്ല. കിൽ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഈ ഗണ്ണ് വരും വേറെ AR ഗണ്ണിനെങ്കിലും കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിച്ച് ആയേനെ. ഹിറ്റ് എഫക്റ്റ് ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. ഉണ്ടോ ഹിറ്റ് എഫക്റ്റ് കൊള്ളാം. പിന്നെ ഫൈനൽ ഫോം ഇതാണ് ബേസിക് ഫോം. ഇങ്ങനെയാണ്. ഇൻസ്പെക്ട് ഇമോട്ട്, നാക്ക് തിരിയുന്നില്ല, അതിങ്ങനെയാണ്. നല്ല രസമുണ്ട്, കൊള്ളാം. പിന്നെ നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ അതുപോലെ എല്ലാ ഗണ്ണിനും ഉണ്ടല്ലോ സ്വിച്ച് ചെയ്യുമ്പോൾ ഇത്, അത് നല്ല രസമുണ്ട്. ഒന്നും കൂടെ കാണിക്കാം, കണ്ടോ, നല്ല രസമുണ്ട്. പിന്നെ ലൂട്ട് ക്രേറ്റ്. ഓക്കെ, ലൂട്ട് ക്രേറ്റ് ആ നാക്കിറങ്ങുന്നതും സൈഡിൽ ആ സംഭവം അനങ്ങുന്ന മാത്രമല്ല. ഈ ലൂട്ട് ക്രേറ്റ് അത്ര അങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു വൈബ് വന്നില്ല. പക്ഷേ ആ ഒരു എലിമിനേഷൻ എഫക്റ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൂട്ട് ക്രേറ്റ് ഇങ്ങനെ വന്നാൽ പോരാ, കുറച്ചും കൂടെ ഒക്കെ ഒരു പൊട്ടിത്തെറിയൊക്കെ വേണം. സംഭവം കൊള്ളാം. പിന്നെ റെഡീം സെക്ഷൻ്റെ ഭാഗത്തേക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കോയിൻ കൊടുത്ത് റെഡി ചെയ്യുന്ന ഭാഗത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ
6 കോയിൻ കൊടുക്കണം. ഐ മീൻ 6 ജമ്മില്ലേ വലിയ സംഭവം, അത് കൊടുത്താലേ ഔട്ട്ഫിറ്റ് കിട്ടും. 2 കൊടുത്താൽ ഹെഡ് ഗിയർ, 3 കൊടുത്താൽ അപ്ഗ്രേഡബിൾ ഗണ്ണ്, 3 കൊടുത്താൽ ബാക്ക് പാക്ക്, പിന്നെ ആ ഗ്ലൈഡറും 3 തന്നെ. പിന്നെ ഇമോട്ടിന് ഒരെണ്ണം, ബാക്കി എല്ലാത്തിനും ഒരെണ്ണം തന്നെയാണ്. ഓക്കെ, ഇമോട്ട് ഇതാണ്. ഓക്കെ നൈസാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ ആ ട്രെയിലർ പോലെ നടത്തി കണ്ടതാണ്, കൊള്ളാം. ഇതാണ് ഇമോട്ട്. പിന്നെ നമുക്ക് ജെമ്മ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സംഭവമുണ്ടല്ലോ, ചെറിയ സംഭവം കൊടുത്ത് അവിടെ റെഡി ചെയ്യുന്ന ഭാഗത്ത് ഗ്രനേഡും ബാക്കിയുള്ള അല്ലറ ചില്ലറ ഐറ്റംസും പോപ്പുലാരിറ്റിയൊക്കെ ആസ് യൂഷ്വൽ അതൊക്കെ തന്നെയാണ്. പിന്നെ റിട്ടേണിങ് റിവാർഡായിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റാണ് വരുന്നത്. ഓക്കെ നൈസാണ്. അതിൻ്റെ ഒരു ഇമോട്ട്, ബാക്ക് പാക്ക്, ഗ്ലൈഡർ, അല്ലറ ചില്ലറ സംഭവം. നമുക്ക് അറിയേണ്ടത് ഗൺ സ്കിൻ ആണല്ലോ അതിൻ്റെ അകത്ത്. അപ്പം അതായിരിക്കും മെയിൻ ഔട്ട്ഫിറ്റ്. ആൾക്കാർ റെഡീം ചെയ്യുന്നവർ കാണുമായിരിക്കും. അപ്പം ഗണ്ണ് 3 ജമ്മ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് M7 കിട്ടും. അതുകൊണ്ട് ഈ ഒരു M7 കിൽ മെസ്സേജ് ഇതാണ് മാക്സ് ആക്കുമ്പോൾ ഉണ്ട് ഈ കിൽ മെസ്സേജ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അൾട്ടിമേറ്റ് സ്പിന്നിൻ്റെ അകത്ത് വന്നേക്കുന്നത്. പിന്നെ മുതലാളി നൈസായിട്ട് അത് തേച്ചിട്ടുണ്ട്. UCP ഇവൻ്റ് കൊണ്ടുവന്നിട്ടില്ല. അതിന് പകരം വേറൊരു സംഭവമാണ് കൊണ്ടുവന്നത്. മുതലാളി അതിന് പകരം കൊണ്ടുവന്നത് ഇതാണ്, അഡാക്റ്റീവ് പാക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. വളരെ മോശമായിപ്പോൾ എല്ലാവരും UCP ഇവൻ്റ് വരുന്നത് ചോദിച്ചു. ഞാനും UCP ഇവൻ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വീഡിയോയും ചെയ്തതാണ്. ബട്ട് മുതലാളി നൈസായിട്ട് തെച്ചു. അതിന് പകരം അഡാക്റ്റീവ് പാക്കാണ് കൊണ്ടുവന്നത്. മേ ബി UCP ഇവൻ്റ് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ വരുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഗസ് ചെയ്തൊക്കെ തെറ്റിപ്പോയി. അപ്പം എനിവേ ഇതൊക്കെയാണ് പുതിയതായിട്ടുള്ള സംഭവങ്ങൾ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ 10 യൂസിയുടെ ലെക്കൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക.